ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് നല്ലൊരു കിടിലൻ റീഫ്രഷിങ് ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ്. ഇത് ഈ ഒരു വേനൽ ചൂടിന് കുടിക്കാൻ പറ്റിയത്, നല്ല ദാഹവും ക്ഷീണമൊക്കെ അകറ്റാൻ പറ്റിയ ഒരു ഡ്രിങ്ക്. അതുപോലെ തന്നെ നമ്മുടെ നോമ്പ് തുറക്കുന്ന സമയത്ത് കുടിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഡ്രിങ്ക് ആണ്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം, ഇതിൻ്റെ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇതുപോലെ പാഷൻ ഫ്രൂട്ടിൻ്റെ സർബത്താണിത്, അത് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് പാഷൻ ഫ്രൂട്ടിൻ്റെ ഒരു പൾപ്പ് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും. അത് ഞാൻ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൽ അത്യാവശ്യം മധുരമൊക്കെ ഉണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ പുളിക്ക് ആവശ്യമായിട്ട് ഒരു ചെറുനാരങ്ങയുടെ ഒരു പകുതിയാണ് എടുക്കുന്നത്. അത് നമുക്ക് ഇതിലേക്കൊന്ന് പിഴിഞ്ഞു കൊടുക്കാം. ഇനി പാഷൻ ഫ്രൂട്ടിൽ മധുരം ഉണ്ടെങ്കിൽ കൂടി ചെറുനാരങ്ങയൊക്കെ വരുമ്പോൾ കുറച്ചൊരു മധുരത്തിന്റെ ഒരു കുറവുണ്ട്. അപ്പോൾ അതിന് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഞാൻ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം കൂടെ പഞ്ചസാര ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ ഞാൻ കറ്റാർവാഴയുടെ ജെല്ലായിരുന്നു യൂസ് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടുമായിരുന്നു. അപ്പോൾ കഴിഞ്ഞ നോമ്പിന് ഞാൻ കറ്റാർവാഴയുടെ ജെല്ലായിരുന്നു, നല്ല ടേസ്റ്റി ആയിരുന്നു. അതിനൊരു ഗ്രീൻ കളറായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. ഇതുപോലെ തന്നെ ഇതേ റെസിപ്പി പോലെ കറ്റാർവാഴയുടെ ജെല്ല് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഇനി ഇതിലേക്ക് തണുപ്പിന് ഞാൻ കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി. അതുപോലെ തന്നെ പുതിനയില ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നമുക്ക് അരച്ച് ചേർത്ത് കൊടുക്കാം, നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പം ഇനി ഇവിടെ ഞാൻ ഇതൊന്ന് സെർവ് ചെയ്ത് കാണിച്ചു തരാം. ആ പാഷൻ ഫ്രൂട്ടിന്റെ സീഡാണ് കേട്ടോ അതിൽ കിടക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പാഷൻ ഫ്രൂട്ട് ഇതുപോലെ പൾപ്പ് ഉണ്ടാക്കിയിട്ടും ഇതുപോലെ ജ്യൂസ് ആക്കാം കേട്ടോ. ഇനിതാ ഞാനിവിടെ കുറച്ച് കസ്കസ് അഥവാ സബ്ജ സീഡ് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. അത് നമുക്ക് ഇതിന്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതും ഓപ്ഷനിലാണ്, ഇട്ട് കൊടുത്താൽ കുറച്ചും കൂടെ ടേസ്റ്റി ആയിരിക്കും. അങ്ങനെ നമ്മളെ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി ഒരു തപ്പിന് വേണ്ടി നമുക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഒക്കെ ഇട്ട് കൊടുക്കാം. എൻ്റെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനിൽ വേണം ക്ലിക്ക് ചെയ്യാനായിട്ട്. അപ്പോഴേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളെ ഫോണിൽ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. മറ്റൊരു നല്ല റെസിപ്പിയുമായി കാണുന്നത് വരേക്കും ബൈ ബൈ.